പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പ്രശസ്ത സാഹിത്യ വിമർശകനും പ്രഭാഷകനും മികച്ച അധ്യാപകനുമായ എം.എൻ. കാരശ്ശേരി മാഷിൻ്റെ വളരെ സവിശേഷമായ ഒരു വീഡിയോ കാണാനും കേൾക്കാനും ഇടയായി. യുവകവികളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രഭാഷണത്തിന് ഇപ്പോൾ വിപുലമായ പ്രചാരവും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് വാസ്തവത്തിൽ വളരെ നല്ല കാര്യമാണ്. മലയാളത്തിലെ പുതിയ കവികളുടെ രചനകൾ പൊതുവെ കൊമ്പൻ നിരൂപകർ ശ്രദ്ധിക്കാറില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ കാരശ്ശേരി മാഷെപ്പോലെ സമുന്നത വ്യക്തിത്വം കലയിലും ജീവിതത്തിലും പുലർത്തുന്ന ഒരാൾ ഈ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ കൗതുകത്തോടെയാണ് ഞാൻ കേട്ടത്. ഏറ്റവും പുതിയ മാധ്യമം ഉപയോഗിച്ച് സമൂഹത്തെ സ്പർശിക്കുന്ന മർമ്മസ്പർശിയായ കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും യുക്തിസഹമായും നർമ്മസമ്പുഷ്ടമായും അവതരിപ്പിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ സമീപകാല ഓൺലൈൻ പ്രഭാഷണങ്ങളെ ഏറെ ജനപ്രിയമാക്കിയിട്ടുണ്ട്. ഒരു സാംസ്കാരിക വിഭവം എന്ന നിലയിൽ യൂട്യൂബിൽ ലഭ്യമാകുന്ന സംസാരങ്ങൾ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ ബഹുജന വിദ്യാഭ്യാസ ഉപാധി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളും വളരെ താല്പര്യത്തോടെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാഹിത്യ വിമർശനം, മതവിമർശനം, രാഷ്ട്രീയ വിമർശനം എന്നീ മേഖലകളിൽ അനേകം വിഷയങ്ങളെ സംബന്ധിച്ച് സ്വതന്ത്രമായും ധീരമായും സ്വന്തം അഭിപ്രായങ്ങൾ സധൈര്യം അദ്ദേഹം ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട്. കാരശ്ശേരി മാഷ് മുന്നോട്ട് വയ്ക്കുന്ന അപൂർവം ചില ആശയധാരകളോട് വിയോജിപ്പ് തോന്നാറുണ്ടെങ്കിലും മൊത്തത്തിൽ കാരശ്ശേരിയൻ രീതിയോടും ചിന്തകളോടും പ്രതിപത്തിയുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ യുവകവികളുടെ ശ്രദ്ധയ്ക്ക് എന്ന പുതിയ പ്രഭാഷണം പല നിലയിൽ തെറ്റിദ്ധാരണ പരത്താനിടയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതുകവിതയെ സംബന്ധിച്ച് മാത്രമല്ല, കാരശ്ശേരി മാഷിൻ്റെ തന്നെ വിശ്വാസ്യതയെ അത് ബാധിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ മാഷ് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ താരതമ്യേന ദുർബലവും നിസ്സാരവും കാരശ്ശേരി മാഷെപ്പോലെ അനുഭവങ്ങളെ എങ്ങനെ ഗൗരവത്തിൽ കാണുന്ന ഒരാൾക്ക് ചേരുന്നതുമല്ല. പുതുകാലത്ത് എഴുതുന്ന കവികളെ സംബന്ധിച്ചും കവിതകളെ സംബന്ധിച്ചും പൊടുന്നനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത് എന്തെന്ന് നമ്മൾ അത്ഭുതപ്പെടുമെങ്കിലും മാഷ് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. തൻ്റെ വാട്സപ്പിലും മെസ്സഞ്ചറിലും ഇമെയിലിലും തപാലിലും ധാരാളം പുതിയ കവികൾ കവിത അയക്കുന്നു. അഭിപ്രായം ആരായുന്നു. ഇത്രയധികം കവിതകൾ വായിച്ച് എന്തെങ്കിലും പറയാൻ തനിക്കെന്നല്ല ആർക്കും കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വലിയ തിരക്കുള്ള കാരശ്ശേരി മാഷെപ്പോലെ ഒരാൾക്ക് ഇപ്രകാരം കവികൾ നിരന്തരം തങ്ങളുടെ രചനകൾ അയച്ചാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണെന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതൊരാക്ഷേപമായി പൊതുസമക്ഷം അവതരിപ്പിക്കുമ്പോൾ കവികളുടെയും കവിതകളുടെയും പെരുപ്പം ഒരപരാധമായി കാണുന്ന കേരളീയ പൊതുബോധത്തിൽ എരുതിയിൽ ഇന്ധനമാകുകയാണ് മാഷെ പ്രഭാഷണം. സത്യത്തിൽ നന്നായി എഴുതുന്ന കവികളെയും ഇനി കാവ്യവഴിയിലേക്ക് വരേണ്ട പുതിയ കവികളെയും മാഷിൻ്റെ ഈ പ്രസ്താവന വിഷമിപ്പിക്കുമെന്ന് ഉറപ്പാണ്. പുതിയ കവിതയുടെ ഭാഷാപരവും സൗന്ദര്യശാസ്ത്രപരവുമായ വിച്ഛേദത്തെ ഉൾക്കൊള്ളാനാവാത്ത പഴയ സെൻസിബിലിറ്റിയുടെ തടവുകാരായ ബഹുഭൂരിപക്ഷ ആളുകൾ ആസ്വാദകരും പുതുകവിതയെ സംബന്ധിച്ച് പറയുന്ന അന്തസാരശൂന്യമായ ആക്ഷേപങ്ങളെ സാധൂകരിക്കലായി മാറിത്തീരുന്നുണ്ട്. വാസ്തവത്തിൽ അറിഞ്ഞോ അറിയാതെയോ കാരശ്ശേരി മാഷിൻ്റെ ഈ പ്രഭാഷണം നോക്കൂ. കാരശ്ശേരി മാഷെപ്പോലുള്ള പ്രഗത്ഭർ പോലും കവികളെ വിമർശിക്കുന്നത് നോക്കൂ എന്ന മട്ടിൽ ഈ വീഡിയോ കണ്ട ശേഷം പുതുകവിതാ വിമർശകരെന്ന് ഉദ്ദേശിക്കുന്നത് വിമർശകരെയല്ല, മറിച്ച് പുതുകവിത എവിടെ കണ്ടു കഴിഞ്ഞാലും അത് അസംബന്ധമാണ് എന്ന് പറയുന്ന ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യുവകവികൾ കവിത അയക്കുന്നത് അഭിനന്ദനം കേൾക്കാൻ വേണ്ടിയാണ്, നന്നായി എന്ന വാക്ക് കേട്ട് സംതൃപ്തി അടയാൻ വേണ്ടിയാണ് എന്നും മാഷ് ഈ പ്രഭാഷണത്തിൽ സ്വതസിദ്ധമായ ചിരിയോടെ പറയുന്നുണ്ട്. മാത്രമല്ല, ഫേസ്ബുക്കിൽ ഷെയർ കിട്ടിയത് കൊണ്ടോ ലൈക്ക് കിട്ടിയത് കൊണ്ടോ നല്ല കമൻറ്റ് ധാരാളം വന്നതുകൊണ്ടോ കവിതയാവണമെന്നില്ല, കവിത നന്നാവണമെന്നില്ല എന്നും മാഷ് കൂട്ടിച്ചേർക്കുന്നു. ഈ പ്രഭാഷണത്തിൽ മാഷ് ഉന്നയിക്കുന്ന മറ്റൊരു അഭിപ്രായം, പലർക്കും കവിത എഴുതാൻ തോന്നുന്നത്, ഇങ്ങനെ നിരന്തരം കവിത എഴുതാൻ തോന്നുന്നത്
അല്ലെ കവിതാ മേഖലയിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിക്കുന്നത് കുറച്ച് എഴുതിയാൽ മതി, 10-12 വരി മതി, കവിതയാകും എന്ന് കവികൾ വിചാരിക്കുന്നത് കൊണ്ടാണ് എന്നതാണ്. രൂപം കൊണ്ട് ഏറ്റവും ചെറിയ കവിത എഴുതിയ മലയാള കവിതയിലെ വിരാട് പുരുഷനായ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകൾക്ക് അവതാരികയും പഠനവും അത് സംബന്ധമായ പ്രഭാഷണമൊക്കെ നിർവഹിച്ച ആൾ കവിതയുടെ രൂപപരമായ വലിപ്പക്കുറവിനെ കുറവാക്കുന്നതിൻ്റെ താല്പര്യം നമുക്ക് പിടിയിട്ടില്ല. ഇവിധം നിസ്സാരവും കൗതുകത്തിന് പറയുന്നതുമായ കാര്യങ്ങളെ മാറ്റിവെച്ച് ഈ പ്രഭാഷണത്തിൽ മാഷ് മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാന ചിന്തകളെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനുഭവങ്ങളും ആശയങ്ങളും അങ്ങനെ എഴുതി വെച്ചാൽ കവിതയാവില്ല എന്നാണ് അദ്ദേഹം ആദ്യമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. ആശയങ്ങൾ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ടാണ് കവിത എഴുതുന്നത് എന്ന മല്ലാർമ്മയുടെ അഭിപ്രായവും ഉദ്ധരിക്കുന്നുണ്ട് ഇക്കാര്യം സമർത്ഥിക്കാൻ വേണ്ടി. അല്പമെങ്കിലും സാഹിത്യപരിചയമുള്ള ആർക്കും അറിയാവുന്ന ഇതേ അഭിപ്രായവും താല്പര്യവുമാണ് മലയാളത്തിലെ പുതുകവികൾക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ ഉള്ളതെന്ന് ആവുന്നത്ര പുതിയ കവിത വായിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എത്ര ഉദാഹരണം വേണമെങ്കിലും സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് ഇത്. എസ് ജോസഫിൻ്റെ ഉറുമ്പ് ഓടി നടക്കുന്ന ഒരില എന്ന കവിതയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. വളരെ ആഴമുള്ള, വളരെ ചെറിയ കവിതയാണത്, പക്ഷെ വളരെ ആഴമുള്ള ഒരു അനുഭവത്തെ സ്ഥാപിച്ചെടുക്കുകയാണ് എസ് ജോസഫ്. കവിത ഇങ്ങനെയാണ്: ഉറുമ്പ് ഓടി നടക്കുന്ന ഒരു ഇല പൊട്ടിച്ച് ഒഴുകുന്ന വെള്ളത്തിലിട്ടു എന്നത് പൈസയില്ലാത്ത കൂട്ടുകാരനെ എട്ടും പൊട്ടും തിരിയാത്ത പട്ടണത്തിൽ വെച്ച് കൈവിട്ടു എന്ന് മാറ്റി എഴുതാം. കൂടെ പൊറുക്കാൻ തേടി വന്നവളെ കള്ളം പറഞ്ഞ് അവളുടെ വീടില്ലാത്ത വീട്ടിലേക്ക് ബസ് കയറ്റിവിട്ടു എന്നത് പൂച്ചക്കുഞ്ഞിനെ തോട്ടിനക്കരെ വിട്ടിട്ട് പോന്നു എന്ന് മാറ്റി വായിക്കാം. എന്നാൽ പുറന്തള്ളപ്പെട്ട നഗരവാസികളും ഗ്രാമവാസികളുമായ മനുഷ്യർ എങ്ങോട്ട് പോകുന്നു എന്നത് അങ്ങനെ തന്നെ എഴുതാനും വായിക്കാനുമാകും. എന്നാൽ പുറന്തള്ളപ്പെട്ട നഗരവാസികളും ഗ്രാമവാസികളുമായ മനുഷ്യർ എങ്ങോട്ട് പോകുന്നു എന്നത് അങ്ങനെ തന്നെ എഴുതാനും വായിക്കാനുമാകും. ആശയങ്ങൾ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഈ പുതു കവിതയുടെയും സൃഷ്ടി. മുമ്പ് കവിതയിൽ പുലർന്നതിനേക്കാൾ ആശയത്തിൻ്റെ വ്യാപ്തിയും ഭാഷാപരമായ സുതാര്യതയും ഈ കവിതകളെ പ്രഹരശേഷിയുള്ള ഒന്നാക്കി തീർത്തിരിക്കുന്നു. നമുക്കൊക്കെ അറിയാം, മലയാളത്തിലെ ആധുനിക കവിതയുടെ പിന്തുടർച്ചയിൽ പ്രത്യക്ഷപ്പെട്ട് പല അവാന്തരധാരകളിൽ നിന്ന് തീർത്തും സ്വതന്ത്രമായി തീർന്ന പുതുകവിത അതിൻ്റെ സവിശേഷ വ്യക്തിത്വം ആർജിച്ചു കഴിഞ്ഞിട്ട് 3 പതിറ്റാണ്ടാവുന്നു. 80കളോടെ അസ്തമിച്ച അതിതീവ്ര സർഗ വിക്ഷുബ്ധതകളുടെ തിരത്തള്ളലിന് ശേഷം കവിതയുടെ വ്യവഹാരമണ്ഡലം നിശ്ചലമാവുകയല്ല, ജീവിതത്തിൻ്റെ നാനാതരം അനുഭവങ്ങളെ മഷിപ്പാത്രമാക്കി നവീനമായി പരിണമിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. പുതിയ ഭാവുകത്വത്തോടെ പുതിയ ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവങ്ങളെ, ആശയങ്ങളെ അനുഭൂതിയാക്കാൻ പല നിലയിൽ പരിശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഉള്ളടക്കത്തിലും പ്രമേയത്തിലും ആഖ്യാനത്തിലും മാത്രമല്ല, കവിതയെ കവിതയാക്കുന്ന ഓരോ അംശത്തിലും അതീവ സൂക്ഷ്മമായ മാറ്റങ്ങൾ വരുത്താൻ ഏറ്റവും പുതിയ കവികൾ വരെ ജാഗ്രതയുള്ളവരാണ്. പൊതുമണ്ഡലം നിഷ്കളങ്കമെന്നോണം പേറുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ ഇരുട്ടിനെ, അധികാരങ്ങളെ നേരിടാൻ പാർശ്വവൽകൃതമായ അനുഭവരാശികളിലേക്ക് നോട്ടമയക്കുന്ന വിസ്മയം അനുഭവിക്കണമെങ്കിൽ പുതു കവിതയുടെ ഒരു പരിചയം അനിവാര്യമാണ്. ജീവിക്കുന്ന കാലത്തിൻ്റെ ആദിവ്യാധികളും നാം അഭിമുഖീകരിക്കുന്ന അസംഖ്യം പേരില്ലാ പ്രശ്നങ്ങളും സവിശേഷ കാഴ്ചസ്ഥാനത്ത് നിന്നുകൊണ്ട് വിമർശബോധത്തോടെ കവികൾ പുറത്തു കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു മാറ്റം, കവിതയിൽ സംഭവിക്കുന്ന ഈ ഒരു മാറ്റം ലോകത്താകമാനമുള്ള കവികൾ പങ്കുവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കവിതകൾ പങ്കുവെക്കുന്നു എന്നതിന് യാതൊരു സംശയമില്ല. ലോകത്തുള്ള സൗന്ദര്യത്തെ പകർത്തിവെക്കുക, ലോകത്തില്ലാത്ത സൗന്ദര്യത്തെ കൽപ്പിച്ചു കൊടുക്കുക, ഇതാണ് കവികൾ ചെയ്യേണ്ടതെന്നും ഭാവനയിലൂടെ സൗന്ദര്യ സൃഷ്ടി നടത്തലാണ് കവികളുടെ പണിയെന്നും കാരശ്ശേരി മാഷ് പറയുമ്പോൾ
അറിയാതെ, മാഷ് അറിയാതെ ശുദ്ധകലാവാദത്തിൻ്റെ ചതുപ്പിലേക്ക് പതുക്കെ 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 വഴുതി വീണു. കവിതയെ സംബന്ധിച്ച് എത്രയോ പഴയ സൗന്ദര്യശാസ്ത്ര സങ്കല്പത്തിലാണ് മാഷ് നിൽക്കുന്നത് എന്നും തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്. ഭാവനയെക്കുറിച്ച് പറയുമ്പോൾ വള്ളത്തോളിലേക്കും പി കുഞ്ഞിരാമൻ നായരിലേക്കും വൈലോപ്പിള്ളിയിലേക്കും ഇടശ്ശേരിയിലേക്കും വയലാറിലേക്കും പി ഭാസ്കരനിലേക്കും മാത്രം മാഷ് സഞ്ചരിക്കുന്നു. അപ്പോൾ പുതുകാല കവിത എത്തി നിൽക്കുന്ന ഭാവനയുടെ ഈ പുതിയ ആകാശം കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. പി പി രാമേന്ദ്രൻ്റെ മരം കൊത്തി ചോദിച്ചത് എന്ന ഒരു കവിത ഓർമ്മ വരികയാണ്. കൊത്തിയ മരമെല്ലാം ശില്പങ്ങളായിപ്പോയി, കൊക്കിലെ ഇരയെല്ലാം പുഷ്പങ്ങളായും മാറി. ഞാനൊരു വെറും പക്ഷി, എനിക്കു വിശക്കുന്നു. ഹേ പുതുകവികളെ വനദേവതമാരെ, ദൂരദൂരത്തിൽ നീണ്ടു കിടക്കുന്നൊരു MG റോഡിനെ ഒരു കരിമ്പുഴുവായി തന്നിടുമോ? ഹേ പുതുകവികളെ വനദേവതമാരെ, ദൂരദൂരത്തിൽ നീണ്ടു കിടക്കുന്നൊരു MG റോഡിനെ ഒരു കരിമ്പുഴുവായി തന്നിടുമോ? പുതുകവിത ഇങ്ങനെ രൂപപരമായും ഭാവപരമായും ഉള്ളടക്കപരമായും ഭാവനാപരമായും ചിന്താപരമായും സമഗ്ര പരിണാമത്തിന് വിധേയമായി കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, അനിവാര്യമായ ഈ ഒരു മാറ്റത്തിന് നിയാമകം നമ്മുടെ കാലത്തിൻ്റെയും അനുഭവത്തിൻ്റെയും അമ്പരപ്പിക്കുന്ന പരിണാമം തന്നെയാണ്. ജീവിതത്തിൻ്റെ ഈ സങ്കീർണതകളും കലക്കങ്ങളുമാണ് ഭാവനയായി കവിതയിൽ പ്രവർത്തിക്കുക എന്ന് സാഹിത്യപരിചയമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അவ்விധമുള്ള കാവ്യാവിഷ്കാരങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ, പുതുകവിതയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ കരശ്ശേരി മാഷ് തനിക്ക് പരിചയമുള്ളതും തൻ്റെ സൗന്ദര്യബോധത്തെ നിർണയിച്ചതുമായ കവിതകളെ, പഴയ കവിതകളെയാണ് കൂട്ടുപിടിക്കുന്നത്. അങ്ങനെ കൂട്ടുപിടിക്കുന്നതിൽ ചെറിയൊരു അസാംഗത്യമുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നുന്നു. വള്ളത്തോളിൻ്റെ പോരാ നാളിൽ എന്ന കവിതയിലെ സ്വാതന്ത്ര്യം എന്ന അനുഭവത്തെ ഇമ്മട്ടിൽ ആവിഷ്കരിക്കാൻ പുതിയ കാലത്ത് സാധ്യമല്ല. അതുകൊണ്ട് ആഗസ്റ്റ് 15 എന്ന കവിതയിൽ ശ്രീജിത്ത് അരിയല്ലൂർ ഇങ്ങനെയാണ് അത് പറഞ്ഞു വച്ചിരിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറിയിൽ അടയ്ക്കപ്പെട്ട പതാകകൾ പരോളിലിറങ്ങുന്ന ദിവസം. ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറിയിൽ അടയ്ക്കപ്പെട്ട പതാകകൾ പരോളിലിറങ്ങുന്ന ദിവസമാണ് ആഗസ്റ്റ് 15. രണ്ട് കാലത്ത്, രണ്ട് കാലങ്ങളിൽ, രണ്ട് ഭാവനയിൽ, രണ്ട് ഭാഷയിലെ എഴുതാൻ സാധ്യമാവുകയുള്ളൂ. വൈലോപ്പിള്ളിയുടെ സുപ്രസിദ്ധമായ കാക്ക എന്ന കവിത, ആ കവിത എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റതോഴി, ചീത്തകൾ കൊത്തി വലിക്കുകയും ഏറ്റവും വൃത്തി വെടിപ്പഴുന്നോൾ, കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യം എന്നറിവ്. അങ്ങനെ നീട്ടിപ്പറയാവുന്ന കവിതയാണ്. അന്ന് ആ കവിത ഉണ്ടാക്കിയ ഒരു സൗന്ദര്യശാസ്ത്ര വിച്ഛേദം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാക്കയ്ക്ക് പുറത്തു നിന്നുകൊണ്ടുള്ള നിരീക്ഷണവും ഭാവനയും ആശയവുമാണ് ഈ കവിതയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ പുതിയ കവികളിൽ ഒരാളായ വീരാൻകുട്ടി ഇപ്രകാരമാണ് ഈ കാക്കയെ കവിതയിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത്. കവിതയുടെ പേര് തന്നെ വലിയ മാറ്റമാണ്, വലിയൊരു വിച്ഛേദമാണ്. കാക്കച്ചി എന്നാണ്. കാക്ക എന്ന് പറയുമ്പോൾ അത് മാനകമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയാളികൾക്കൊക്കെ എളുപ്പം മനസ്സിലാവും. കാക്കച്ചി എന്ന് പറയുമ്പോൾ ഒരു പക്ഷിയെ, ഒരു തിര്യക്കനെ, ഒരു ജീവിയെ മലബാറിലെ മുസ്ലിങ്ങൾ സവിശേഷമായി അടയാളപ്പെടുത്തിയ ഒരു പദമാണ് കാക്കച്ചി എന്നത്. കാക്ക മാനകമാവുമ്പോൾ കാക്കച്ചി പ്രാദേശിക പ്രതിരോധമായി മാറുന്നു എന്നൊക്കെ നമുക്ക് വലിയ ആലോചനകളിൽ ചിന്തയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ശീർഷകമാണത്. കവിത ഇങ്ങനെയാണ്: ഒരു ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ചു പിറകെ വരരുതേ, ഒരു മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിടയിൽ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ പാട് നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ. അതാണ്, ഒരു ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ചു പിറകെ വരണ്ട, ഒരു മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിടയിൽ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ പാട് നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ. ഇതാണ് ഭാവനയെ പറയുമ്പോൾ രണ്ട് തലമുറകൾക്കപ്പുറമുള്ള കവികളുടെ കവിതകളിലെ മാതൃകൾ പരിചയപ്പെടുത്തിയ കാരശ്ശേരി മാഷ് പുതിയ കവിതകൾക്ക് അല്ലെങ്കിൽ പുതിയ കവികൾക്ക് തൊട്ടു മുമ്പുള്ളതും കാരശ്ശേരി മാഷയുടെ യൗവനത്തെ തീപിടിപ്പിച്ചതുമായ ക്യാമ്പസുകളിൽ വലിയ തരത്തിലുള്ള വായനകളൊക്കെ ഉണ്ടായ സച്ചിദാനന്ദനോ ബാലേന്ദ്രൻ ചുള്ളിക്കാടോ ആറ്റൂരി വേർമയോ അയ്യപ്പ പണിക്കരോ എഴുതിയ ഒരു കവിത പോലും കടന്നു വരുന്നില്ല എന്നത് നമ്മെ വലിയ തോതിൽ അമ്പരപ്പുളവാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കാരശ്ശേരി മാഷ് ഏറ്റവും പുതിയ വായനക്കാരനാണ് എന്നതിന് യാതൊരു സംശയമില്ല.
വളരെ വിപുലമായി ഏത് പുതിയ കാര്യങ്ങൾ കിട്ടിയാലും വായിക്കുകയും അതൊക്കെ സ്വാംശീകരിക്കും, തൻ്റെ തൊട്ടടുത്ത പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ വാസ്തവത്തിൽ ആ, വാസ്തവത്തിൽ നിന്നാണ് പി ഭാസ്കരനെ പറയുമ്പോൾ പി എൻ ഗോപികൃഷ്ണനെ കൂടി ചേർത്ത് വെക്കുന്നത് നന്നായിരുന്നു എന്ന് നമുക്ക് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ തോന്നും. വയലാറിനെ ഓർക്കുമ്പോൾ എം ആർ രേണുകുമാർ കൂടി വരണമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. വൈലോപ്പള്ളി വരുമ്പോൾ ജിനേഷ് മടപ്പള്ളി കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നും. കാരണം വിഷയം യുവകവികളോടുള്ള, ഏറ്റവും പുതിയ കവികളോടുള്ള, ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയും തുടക്കക്കാരായ ആളുകളോടുള്ള ഉപദേശമാണ് ഇവിടെ നടത്തുന്നത്. അപ്പം ബിംബങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും പ്രതിരൂപങ്ങളിലൂടെയും കാര്യം പറയുന്ന ഭാഷയുണ്ടെങ്കിലേ കൗതുകമുള്ളൂ എന്ന് പറയുന്ന കാരശ്ശേരി പുതുകവിതയിൽ സംഭവിച്ച പരിണാമത്തെ അറിയാതെ പോയി എന്ന് വേണം കരുതാൻ. പിയുടെ രാക്കരിക്കിൻ കണ്ണ് കുത്തിത്തള്ളും വെള്ളം തെറിക്കവേ ചിരിച്ചുകൊണ്ടൊന്ന് കൺചിമ്മിപ്പോയി പുലർകാല താരക എന്ന എത്രയോ കാലം മാഷ് പറഞ്ഞവ തന്നെ പറയുമ്പോൾ പവിത്രൻ തീക്കനിയുടെ കുളത്തിൽ പൊന്തിയ വെയിലിൻ്റെ ജഡം മീനുകൾ കൊത്തിത്തിന്നുകയാണെന്ന് തോന്നും എന്ന സാധാരണ ഭാവനയോ, അല്ലെങ്കിൽ മുൾവേലി പൂത്തിരിക്കുന്നു, അതിർത്തിയെക്കുറിച്ച് നാം വെച്ച ഒച്ചകൾക്കെല്ലാം മീതയായി, മുൾവേലി പൂത്തിരിക്കുന്നു, അതിർത്തിയെക്കുറിച്ച് നാം വെച്ച ഒച്ചകൾക്കെല്ലാം മീതയായി എന്ന വീരാൻകുട്ടിയുടെ സങ്കല്പത്തെയോ കാണാതെ പോകുന്നു. കേവല പ്രകൃതി വർണ്ണനയല്ല ഇവയൊന്നും. നിശബ്ദമാക്കപ്പെട്ടതും പൊള്ളുന്നതുമായ അനുഭവങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ട സവിശേഷ വീര്യം ഇവയിൽ കത്തി നിൽക്കുന്നുണ്ട്. ഇപ്രകാരം കവിതയ്ക്ക് മാത്രമുണ്ടായിരുന്ന പഴയ ഇടങ്ങൾ വിട്ട് മനുഷ്യാനുഭവങ്ങളുടെ മാളങ്ങളിലും ഗലികളിലും ഇരുട്ടിടങ്ങളിലും മനസ്സിൻ്റെ ഇരുണ്ട അധോതലങ്ങളിലും കയറിയും ഇറങ്ങിയും മുങ്ങിയും പൊങ്ങിയും അനുനിമിഷം പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു പുതുകവിത. ഇത്രമേൽ ബഹുത്വമാർന്ന കാവ്യകാലം മലയാളത്തിൽ മുമ്പുണ്ടായിട്ടേയില്ല. കവിത ആശയമല്ല എന്ന് പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന കാരശ്ശേരി മാഷ് പിന്നീട് കവിത ആശയമാണെന്ന് പറയുകയും ഇടശ്ശേരിയുടെ അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നീ വരികൾ ഉപയോഗിച്ച് അത് സമർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആശയം പറച്ചിൽ ഇടശ്ശേരിക്കാവും, പുതുകവിക്ക് പറ്റില്ല എന്ന ഒരു ധ്വനി മാഷ്ടെ ഈ ഒരു ആശയപരിസരത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ആളുകൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാനിടയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വേവലാദികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയെന്ന് നീ പഠിപ്പിക്കുന്നു എന്ന് ഗഫൂർ കരുവണ്ണൂരിൻ്റെ ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞൊരു കവിതയിൽ പറയുന്നുണ്ട്. വേവലാദികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയൂ എന്ന് നീ പഠിപ്പിക്കുന്നു. വലിയ ആശയത്തിൻ്റെയും വലിയ ചിന്തയുടെയും തീക്കനൽ ഈ കവിതയിലുണ്ട്, ഈ ചെറിയ കവിതയിലുണ്ട്. പക്ഷെ അത് ആനുഭൂതികമായി വൈകാരികമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പി എൻ ഗോപികൃഷ്ണൻ്റെ മലയാളത്തിൽ എന്ന ഒരു കവിതയുണ്ട്. വെറും ആശയമെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ജീർണ ജീവിതത്തിൻ്റെ അകമേ പിളർക്കുന്ന അനുഭൂതിയായി മാറുന്നവയാണ്. കവിത എങ്ങനെയാണ്? ഈ ആഴ്ച ഞാൻ വായിക്കുന്ന ഫ്രഞ്ച് നോവൽ, കണ്ടത് ഇറ്റാലിയൻ സിനിമ, സംശയമുദിച്ചത് സംസ്കൃത വ്യാകരണത്തിൽ, മുറിവുണക്കിയത് ഇംഗ്ലീഷ് ലേപനം, എൻ്റെ ആനന്ദം ഹിന്ദുസ്ഥാനി സംഗീതം, ആവശ്യം ആന്ധ്ര റേഷൻ അങ്ങനെ പറഞ്ഞു പോകുന്ന കവിത അവസാനിപ്പിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, കൂർക്കം വലിച്ചുറങ്ങുന്നത് മാത്രം മലയാളത്തിൽ എന്ന ആഘാതമുണ്ടാക്കുന്ന ഒരു ഭാവരാശിയിൽ കവിത അവസാനിപ്പിക്കാൻ. വിജില ചുരപ്പാടിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, കൈക്കലത്തുണി എന്ന് പറയുന്ന ഒരു കവിത. നമ്മുടെ ആണധികാര ലോകത്ത് അഴുക്കായി മാറിപ്പോകുന്ന സ്ത്രൈണ സ്വത്വത്തിൻ്റെ നിശബ്ദ നിലവിളി എന്ന ആശയത്തെ, എന്ന ചിന്തയെ അടയാളപ്പെടുത്തുകയാണ് ഈ കവിത. കവിത ഇങ്ങനെയാണ്: എല്ലാ അഴുക്കുകളെയും അടക്കി പിടിച്ചുകൊണ്ട് കൈക്കലത്തുണികൾ ഒന്ന് നനഞ്ഞു നിവരാൻ അതിനെ അനുവദിച്ചില്ല. അഴുക്കുകൾ അത്രയും ഊറിയുറഞ്ഞ് പാറ പോലുറച്ചു. എത്ര മൃദുവായിരുന്നെന്നോ അവയുടെ പഴയ കാലം. കുഞ്ഞുമോളുടെ ഉടുപ്പായിരുന്നു, അതിപ്പോൾ അടുപ്പിനരികിൽ. കുഞ്ഞുമോളുടെ ഉടുപ്പായിരുന്നു, അതിപ്പോൾ അടുപ്പിനരികിൽ. കുഞ്ഞുമോളും ഇപ്പോൾ മറ്റൊരടുക്കളയിൽ പാട്ടുപാടി നടന്നവൾ. അവളും പാറ പോലുറച്ചു. ഇന്നൊരു മൂളിപ്പാട്ട് പോലുമില്ല.
ഇനിയൊരു കുഞ്ഞുടുപ്പ് ഇട്ട് അവൾ വന്ന് മകളെ മഴയിലേക്ക് തള്ളിവിട്ടിരുന്നെങ്കിൽ, ഇനിയൊരു കുഞ്ഞുടുപ്പിട്ട് അവൾ വന്ന് മകളെ മഴയിലേക്ക് തള്ളിവിട്ടിരുന്നെങ്കിൽ. പാ ഒരുപക്ഷെ എത്രയോ പ്രഹരശേഷിയുള്ള, എത്രയോ ആഴമുള്ള സ്ത്രൈണലോകത്തെ കട്ട പിടിച്ച ഇരുട്ടിനെയാണ് ഈ കവിത പുറത്തു കൊണ്ടുവരുന്നത്. പുതുകവിത മാറുകയാണ്. കവിത എന്ന നാട്യത്തിൽ വൃഥാ കെട്ടിപ്പൊക്കുന്നതെല്ലാം തിരസ്കരിച്ച് നഗ്നവും സുതാര്യവുമായ രൂപലാവണ്യത്തിലേക്ക് പുതുകവിത എത്തിച്ചേർന്ന സ്വർഗസന്ദർഭമാണിത്. ഒരു കവിയോ ഒരു സംഘം കവികളോ അല്ല ഇന്ന് കവിത എന്ന സാമൂഹ്യ സാംസ്കാരിക വ്യവഹാരത്തെ സംവാദ സജ്ജമാക്കുന്നത്. പരമ്പരാഗതമായി കൽപ്പിച്ചു കൊടുത്തതോ കാവ്യബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് പിടിച്ചു വാങ്ങുന്നതോ ആയ കവിപ്പട്ടമല്ല പുതുകവിതയുടെ കുട്ടിയടയാളം. സമകാലിക മനുഷ്യ ജീവിതത്തിലെ സകല സന്ദിഗ്ധതകളെയും ഏറ്റവും സുതാര്യവും ഏറ്റവും ജൈവികമായ ഭാഷയിൽ അടയാളപ്പെടുത്താൻ പലയിടങ്ങളിൽ നിന്ന് പല കവികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നക്ഷത്ര പദവി ഇല്ലെങ്കിലും, 1000 പേർ ഏറ്റുവാങ്ങാനില്ലെങ്കിലും, പത്രാധിപന്മാർ കൈയൊഴിഞ്ഞാലും, കൊമ്പൻ നിരൂപകർ ഇറക്കിവിട്ടാലും കവികൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. സത്യത്തിൻ്റെ, നന്മയുടെ, ധാർമ്മികതയുടെ ആനുഭൂതികമായ മറുവാക്കായി കവിത നട്ടല് നിവർത്തുന്നു. ഗദ്യത്തിലോ പദ്യത്തിലോ എന്നല്ല, 1 വരിയോ 1000 വരിയോ എന്നല്ല, കവിതയിൽ വായനക്കാരെ അട്ടിമുട്ടി പുതുക്കിപ്പണിയുന്ന എന്തുണ്ട് എന്നതാണ് മൗലികമായ ചോദ്യം. പ്രമുഖ കവി നിക്കനോർ പാറയുടെ സുപ്രസിദ്ധമായ കവിതയാണ് വാസ്തവത്തിൽ കാരശ്ശേരി മാഷെ പ്രഭാഷണം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. കാരണം ഈ യുവകവികളുടെ ശ്രദ്ധയ്ക്ക് എന്നതും അതുപോലെ തന്നെ യുവകവികളോട് എന്നതും വളരെ സാദൃശ്യമുള്ള ഒരു എന്താ പറയുക, ഒരു ടൈറ്റിലാണ്. എന്നാൽ അതിന് ചെറിയ വ്യത്യാസമുണ്ട്. പാറയുടെ കവിത ഞാനിവിടെ വായിക്കാം. നിങ്ങൾക്ക് തോന്നുമ്പടി എഴുതുക, നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ശൈലിയിലും എഴുതുക. ഒരു വഴി മാത്രമാണ് ശരിയെന്ന് ഇനിയും വിശ്വസിക്കാനാവില്ല. പാലത്തിനടിയിലൂടെ അത്രയേറെ രക്തം ഒഴുകിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. കവിതയിൽ എല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. കവിതയിൽ എല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യവസ്ഥ മാത്രം, ഒഴിഞ്ഞ പേജിൽ മുന്നേറണം. ഒരു വ്യവസ്ഥ മാത്രം, ഒഴിഞ്ഞ പേജിൽ മുന്നേറണം. പാറ പറഞ്ഞ അഭിപ്രായത്തിൽ കവിഞ്ഞ ഒന്നും തന്നെ എനിക്ക് എഴുതി തുടങ്ങുന്നവരോട് പറയാനില്ല. 3 കവിത എഴുതി 30 നിരൂപകരുടെ പിന്നാലെ അഭിപ്രായമറിയാൻ പോകാതെ, അങ്ങനെ പാഞ്ഞു നടക്കാതെ നിരന്തരം എഴുതുക. നിൽക്കുന്ന കാലത്തെയും അനുഭവത്തെയും ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കുക. അത് തന്നെയാണ് സാധന, അത് തന്നെയാണ് സിദ്ധി. മസിൽ വന്നിട്ടേ അഭ്യാസം കാണിക്കൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അത് ശരിയല്ല. അഭ്യാസം കാണിക്കുമ്പോൾ തന്നെ മസിൽ വരും. അങ്ങനെയല്ലാത്ത ആളുകൾക്ക്, ഉള്ളിൽ കവിതയുടെ എരിച്ചിലില്ലാത്തവർക്ക് കാരശ്ശേരി മാഷ പോലുള്ളവരുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇനിയും കേൾക്കേണ്ടി വരും. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ഒരുപാട് തിരക്കുകളില്ല, ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് സത്യത്തിൽ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും കവികൾ അത്തരത്തിലുള്ള ഒരു പണിക്കപ്പുറത്ത് എന്താണ് നിർമ്മിതിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് കവികൾ നിർവഹിക്കേണ്ടതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ബാക്കി മുഴുവനും നിരൂപണമായിക്കോട്ടെ, മറ്റ് കാര്യങ്ങളായിക്കോട്ടെ, കവിതയെ സംബന്ധിച്ച് കവിതാബാഹ്യമായ മറ്റ് പല കാര്യങ്ങളൊക്കെ അതൊക്കെ പതിയെ വന്നോളും എന്നതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.